ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി കാണിച്ചു തരാൻ പോകുന്നത്, നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കും, നമ്മൾ എല്ലാ ദിവസവും എങ്ങനെയാണ് കറങ്ങാൻ പോവുകയാണോ, നിങ്ങൾ എന്നും കറക്കമാണല്ലോ എന്നൊക്കെ പറയും. അപ്പം നമ്മളെ കൂട്ടുകാർക്ക് ഞങ്ങൾ പരിചയപ്പെടുത്താമെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ പോകുന്നതെന്ന് ഞങ്ങൾ വിചാരിച്ചു ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങി കൂട്ടുകാരെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചേട്ടാ. വീട്ടിൽ വീട്ടിൽ ചോറ് കഴിച്ചില്ല കേട്ടോ. പള്ളിയിൽ നിന്ന് വന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് പിന്നെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ കൊണ്ട് ഞങ്ങൾ നേരെ ആദ്യം പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പാലോടാണ്. അപ്പോൾ പാലോട് എന്തൊക്കെ കാണാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ അങ്ങനെ സെർച്ചൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് സെർച്ച് ചെയ്തല്ല, ഞങ്ങൾക്ക് അറിയാമായിരുന്നു മീൻമുട്ടി വെള്ളച്ചാട്ടം അല്ലെങ്കിൽ മീൻമുട്ടി ഡാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം കാണാനായിട്ട് വന്നത്. അപ്പോൾ അതാ നമ്മൾ മീൻമുട്ടി എത്തിയല്ലേ കേട്ടോ. അപ്പോൾ അവിടെ ഇതാണ് കൂട്ടുകാരെ ഹൈഡൽ ടൂറിസം പദ്ധതി. മീൻമുട്ടി നമ്മൾ വന്നുടനെ കാണുന്ന ഒരു ആർച്ച് ഉണ്ട്. നമ്മൾ ഈ അകത്തോട്ട് നമ്മൾ കയറി പോയായിരുന്നല്ലേ. അതെ, ഇപ്പൊ അവിടെ ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ല. നമ്മൾ കയറി പോയപ്പോൾ വനത്തിന്റെ ഇടയിൽ കൂടെ കയറി പോയപ്പോൾ നമ്മൾ കണ്ടത് ഒരു പാർക്ക്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അടുത്തായിട്ട് പണ്ട് ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പൊ അവിടെ അങ്ങനെ ഇട്ടിരിക്കുന്നത്. ബോട്ടിംഗ് സൗകര്യം നമുക്ക് കാണുന്നുണ്ട്. ബോട്ടുകളൊക്കെ അവിടെ ഒതുക്കിയിട്ടുണ്ട്. അതുപോലെ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇതെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നിട്ട് കൂട്ടുകാരെ ഞങ്ങൾ വിചാരിച്ചു ഡാം കാണാൻ പോകാമെന്നും പറഞ്ഞ് താഴോട്ട് ഇറങ്ങി കേട്ടോ. അപ്പൊ ഇതാണ് അവിടെയുള്ള ഇപ്പോഴത്തെ വൈദ്യുത ഉൽപാദന കേന്ദ്രം കേട്ടോ. അതിന്റെ സൈഡിൽ കൂടെ വേണം, അതിന്റെ സൈഡിൽ ഡാമിൽ പോകാനും അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ചെറിയ ആ ഒരു വ്യൂ ഉണ്ട്. നമ്മള് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെള്ളച്ചാട്ടവും ചെറിയ രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമുക്ക് ഇപ്പോഴും അത് നേരെ അടിപൊളിയായിട്ട് കാണാൻ കഴിയത്തില്ല അല്ലേ. അതെ, ഇത് വാമനപുരം നദിക്ക് കുറുകെയാണ് മീൻമുട്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ, വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി. ഇത് ഇപ്പോഴും KSEBയുടെ കീഴിലുണ്ട്. KSEBയുടെ കീഴിലാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ചെറിയൊരു വനമൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മള് ഇത് കണ്ടു നോക്കിയേ, അടിപൊളിയല്ലേ കാണാൻ. അതെ, ഇപ്പോഴും അത്യാവശ്യം ആളുകൾ വരുന്നുണ്ട്. എന്നാലും ടിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പൊ വന്ന് കാണാം എന്നേ ഉള്ളു കേട്ടോ. കൊള്ളാം, വേറെ അടിപൊളിയല്ലേ. അതെ, അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് പിന്നെ യാത്ര തുടർന്നു. അങ്ങനെ മീൻമുട്ടി ഡാമൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഇതാ തിരിച്ചു പോവേടെ. അപ്പോൾ ഇതിന്റെ വിശദമായ വീഡിയോ ഞങ്ങളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ മീനുക്കുട്ടി ഇതാ അവിടെ നിന്ന് കളിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇത്തിരി കളിച്ചു. പറഞ്ഞ വഴിക്ക് നേരെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഞാൻ ഒരു ഊണ് വാങ്ങിച്ചു. നമ്മൾ ആ യാത്രയാണ് നിങ്ങളടുത്ത് പറയുന്നത്. നമ്മൾ ഒറ്റ ഊണാണ് വാങ്ങിച്ചത്. അതെ, ഞങ്ങൾ ഒരു ഊണ് മതിയാവുക ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാനായിട്ട്. നന്ദിയോട് വനിതാ ഹോട്ടലിൽ കയറി നമ്മൾ ഒരു ഊണ് വാങ്ങി. ഈ ഊണുമായിട്ട് നമ്മൾ നേരെ നമ്മുടെ പാലോട് സുമതി വളവിന്റെ റോഡിലൂടെ മൈലമോട് റോഡിലോട്ട് നമ്മൾ യാത്ര തുടർന്നു. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഒരിടത്ത് ഒതുക്കിയായിരുന്നു. നമ്മൾ 3 പേരും കൂടെ അങ്ങനെ ആ ഊണ് നമ്മൾ പൊതിയെടുത്തിട്ട് നമ്മൾ 3 പേരും കൂടെ ഒത്തിരുന്ന് കഴിച്ചു. ഇതാണ് കേട്ടോ ഇന്നത്തെ കറികളൊക്കെ എന്ന് പറയുന്നത്. അതെ, നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ ഉച്ചഭക്ഷണമാണ് കേട്ടോ ഇത്. അത്യാവശ്യം എല്ലാ കറികളും ഉണ്ടായിരുന്നല്ലേ. മീൻകറി, സാമ്പാർ, മോരുകറി, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആഹാരമൊക്കെ കഴിച്ചിട്ട് കാണാമേ. ഓക്കെ, അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു അല്ലേ. എങ്ങോട്ടാണുള്ള യാത്ര? ഇനി തൊട്ടടുത്ത് സുമതി വളവുണ്ട് കേട്ടോ, അങ്ങോട്ട് സുമതി വളവിലേക്കാണ് യാത്ര. നമ്മൾ അങ്ങനെ നേരെ സുമതി വളവിലോട്ട് പോയി നമ്മൾ അവിടെ എത്തി കേട്ടോ. നമ്മൾ എത്തിയപ്പോ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ മീനൂട്ടിയുടെ ഒരു കുടയേ ഉള്ളായിരുന്നു. നമ്മൾ ആ കുടയായിട്ട് അത് കളർഫുൾ അല്ലേ, അങ്ങനെ ആ കുടയായിട്ടൊക്കെ നമ്മൾ നേരെ സുമതി വളവിന്റെ അവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ സുമതി വളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. നമ്മുടെ യാത്ര എങ്ങനെയാണെന്ന് കാണിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പോകുന്ന റൂട്ട്, അതായത് ഒരു ദിവസമാണ് ഞങ്ങളുടെ ഈ കറക്കമെന്ന് പറഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് കാണിച്ചു പോകുന്നതാണ് കേട്ടോ. അതെ, നമ്മൾ സുമതി വളവ്, അതെ നമ്മുടെ എസ് വളവ് അല്ലെങ്കിൽ സുമതി വളവ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ആരാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ്? രത്നാകരൻ രവീന്ദ്രനും. അവര് 3 പേരും ചേർന്ന് 2 പേരും ചേർന്ന്
കൊലപ്പെടുത്തി സുമതിയെ എന്നാണ് കൊലപ്പെടുത്തിയ പറയുന്നത്. സ്ഥലം. അതെ അതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടോളൂ. അതെ അപ്പൊ അതാ വീഡിയോ മഴ കണ്ട് ആയതുകൊണ്ട് ഞാനും മീനുക്കുട്ടി ഓടിപ്പോവേണേ കൂട്ടുകാരെ. അപ്പം നമ്മൾ അടുത്ത യാത്ര തുടരുകയാണ്. അടുത്ത പിന്നെ യാത്ര മഴയിലൊരു തുടർന്നു. യാത്ര. അങ്ങനെ കൂട്ടുകാരെ വരുന്ന വഴിക്ക് ഇതാ നമ്മള് മൈലമൂട് പാലത്തിൽ ഇറങ്ങി കേട്ടോ. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പാലമായിരുന്നു. അത് പുതിയൊരു പാലമാണ്. ഇത് ഇരുമ്പ് പാലമായിരുന്നു, ഇരുമ്പ് തടിപ്പാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് പുതിയ പാലം, പുത്തൻ പാലമാണ്. ഇത് ഒരുപാട് വർഷത്തെ പഴക്കമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ഈ പാതയ്ക്ക് 100 കൊല്ലത്തെ പഴക്കം, 100 വർഷത്തിലധികം പഴക്കമുണ്ട്. ബ്രിട്ടീഷുകാരാണ് ഈ പാത ഇവിടെ നിർമ്മിച്ചതല്ലേ. പിന്നെ ഇന്ത്യൻ നേവിയുടെ സഹായത്തോടുകൂടെ ഈ റോഡ് പണി ഇത് പുതിയ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യൻ നേവിയുടെ സഹായത്തോടു കൂടി ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ നടപ്പാത ഇപ്പോഴും ഒരു ഇരുമ്പ് പാലമാണ്. ഒരു ആൾക്കാർക്ക് നടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാലം. അത് ഇപ്പോഴും ഒരു ഓർമ്മ പോലെ നിൽപ്പുണ്ട്. അവിടെ തന്നെ ഉണ്ട് കേട്ടോ. തകർച്ചയുടെ വക്കിലാണല്ലേ. അതെ, അതിന്റെ ഒരു പ്ലാറ്റ്ഫോം ഒന്നുമില്ല കൂട്ടുകാരെ. 2002-ലാണെന്ന് തോന്നുന്നു. മീനുക്കുട്ടിക്ക് നമ്മൾ നിർത്തിയേ ഇരുമ്പ് പാലമൊക്കെ കാണിച്ചു കൊടുത്തു. ഇത് നേവി പണിതതാണ് എന്ന് പറഞ്ഞ് അതൊക്കെ കാണിച്ചു കൊടുത്തു. കൂട്ടുകാരെ അടുത്ത് നമ്മൾ പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് എവിടെയാണ്? സെന്റ് ജോർജ് പള്ളി പാലോടാണ് കേട്ടോ കൂട്ടുകാരെ. ഇവിടെ ഞങ്ങള് 15 അടി ഉയരമുള്ള ഗീവർഗീസ് പുണ്യാളനെ കാണാനാണ് എത്തിയത് കേട്ടോ. നമ്മളിവിടെ എത്തിയത്. അപ്പൊ ജസ്റ്റ് ഫുൾ അവിടെ നടന്നൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. പള്ളിയുടെ വീഡിയോ വശത്തായിട്ട് നമ്മുടെ ഗീവർഗീസ് 15 അടി ഉയരമുള്ള ഒരു ഗീവർഗീസ് അങ്ങനെ അവിടെ പുണ്യാളൻ നിപ്പുണ്ട്. പിന്നെ തൊട്ടടുത്ത് ചാപ്പലുണ്ട്. പിന്നെ ചാപ്പലുണ്ട്. പിന്നെ മെഴുകുതിരി കത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. മാതാവുണ്ട്. പിന്നെ 2 അത് നമ്മുടെ മാലാഖമാരുണ്ടല്ലേ കയറുന്നതിൻ്റെ അവിടെ. പള്ളി, സെമിത്തേരി, പിന്നെ എല്ലാം ഇവിടെ തന്നെ. പള്ളി, മേട, ഹാള് എല്ലാം ഉണ്ട് കൂട്ടുകാരെ. ഇതുവഴിയൊക്കെ വരുന്ന കൂട്ടുകാർക്ക് ഇവിടെയും കയറാം കേട്ടോ. ഇവിടെയും കയറാം. അടിപൊളിയാണ്. നിങ്ങൾ ഇവിടെ കയറി പ്രാർത്ഥന സഹായത്തിന് വേണ്ടി നമുക്ക് ഇവിടെ കയറാം. മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇവിടെ നിൽക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിയിലോട്ട് കയറിപ്പോയി കേട്ടോ. പള്ളിയിലെ സ്ഥലങ്ങളൊക്കെ കാണിക്കാന്ന് പള്ളി കാണാനായിട്ട് കയറിപ്പോയി. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ എല്ലാം വിശദമായ വീഡിയോ ഞങ്ങളെ ചാനലിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ കയറി നോക്കിയാൽ മതി അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നും ഇവിടെ നിന്നും അടുത്ത സ്ഥലത്തോട്ട് പോവുക. അതെ, അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ അടുത്ത സ്ഥലം എത്തുന്നതിന് മുമ്പ് നമുക്ക് വഴിക്ക് വെച്ചൊരു ചായ കുടിക്കണമെന്ന് തോന്നി. നമ്മുടെ പാലോട് പാലം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പാലോട് പാലത്തിന്റെ അടുത്തുള്ള ഒരു ചായക്കട, ഒരു തട്ടുകട, ഒരു നമ്മുടെ തമിഴ് കൂട്ടുകാരുടെ കടയാണ്. അടിപൊളി ഉള്ളിവട, എന്ത് ഐറ്റം ഉണ്ട്, എല്ലാ ഐറ്റവും അവിടെ ഉണ്ട്. ഞാൻ ഉള്ളിവട എടുത്ത് മീനും പരിപ്പോടെ ചായയൊക്കെ കുടിച്ച് പോകണേ. നമ്മളടുത്ത് നേരെ പോകുന്നത് പച്ചക്ഷേത്രത്തിലേക്കാണ്. ധർമ്മശാസ്ത്ര ക്ഷേത്രം പച്ച, നെടുമ്പറമ്പെന്ന് പറയും കേട്ടോ. നെടുമ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ക്ഷേത്രത്തിലെത്തി. 5 മണിക്ക് എത്തി. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. സൂപ്പർ ക്ഷേത്രം തന്നെയാണ്. ഇവിടെ നിങ്ങൾ വരിക. അയ്യപ്പ ക്ഷേത്രമാണ്. 5:30 വൈകുന്നേരം 5:30 നട തുറക്കുമെന്ന് അവിടുത്തെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5:30 പണ്ട് ഇതെല്ലാം ഒരു വനമായിരുന്നു കേട്ടോ. പിന്നെ സ്ഥലത്തിന്റെ പേര് പോലെ തന്നെ അമ്പലം ഇരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും നല്ല പച്ചപ്പാണ് കേട്ടോ. നല്ല പച്ചയാണ്. അതിവിശാലമായ ഗ്രൗണ്ട് ഉണ്ട് അല്ലേ. ഗ്രൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ മകര കൊയ്ത്ത് കഴിഞ്ഞ സമയത്താണ് ഇവിടുത്തെ ഉത്സവം തുടങ്ങുന്നത്. ഇവിടുത്തെ ദീപക്കാഴ്ചയും കമ്പവും എല്ലാം വളരെ പ്രശസ്തമാണ് കേട്ടോ കൂട്ടുകാരെ. അതെ, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കണ്ടു തീർന്നാൽ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തോന്നുന്നു അല്ലേ. അവിടെ നിന്ന് നമ്മൾ അടുത്തെത്തിയത് വലിയ താന്നിമൂട് മഹാദേവർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ താന്നിമൂട് ജംഗ്ഷനിൽ നിന്നും നമ്മൾ പാലോട് നിന്ന് വരുമ്പോഴത്തേക്ക് ഇടത്തോട്ട് കയറി പോകണം. അത് നേരെ കയറിപ്പം വലിയ താന്നിമൂട് നമ്മുടെ ഇവിടെ നമ്മുടെ ശിവന്റെ ഒരു ക്ഷേത്രമുണ്ട്, മഹാദേവ ക്ഷേത്രം. വലിയ താന്നിമൂട് മഹാദേവ ക്ഷേത്രം സൂപ്പർ തന്നെയായിരുന്നു, അടിപൊളി. നമ്മൾ ലാസ്റ്റ് കണ്ടാലും നമ്മൾ കയറണമെന്ന് വിചാരിച്ചു വന്ന സ്ഥലമല്ല, പക്ഷേ യാദൃച്ഛികമായി എത്തിപ്പെട്ടതാണ്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ അമ്പലം, ആ ചുറ്റും പരിസരം. നമ്മളിപ്പോ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണത് ഒരു ഫീൽ ആയതെന്നോ ഒന്നും നമുക്കറിയത്തില്ല. നമ്മുടെ വീഡിയോ മൂവ് ആവുന്നുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് അത് വേറൊരു ലെവൽ തന്നെയാണ് അല്ലേ. അതെ, നിങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു. ആയിരവല്ലിപ്പാറയാണ് കേട്ടോ. ആയിരവല്ലിപ്പാറയിലെ മഹാദേവൻ നിങ്ങൾ ഇവിടെ നേരിട്ടൊന്ന് വന്ന് കണ്ടു നോക്കണം. ഇതിന്റെ അധികം അറിയപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. യൂട്യൂബർമാരും ബ്ലോഗർമാരും എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. എത്താത്തവർ ഉണ്ടെങ്കിൽ കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. പിന്നെ നമ്മളെ പരിധിക്ക് നിന്നുള്ള വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ കൂടിയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബേഴ്സൊക്കെ വരുമ്പോൾ അവരൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ ലെവലിൽ വീഡിയോ അവരെടുക്കുമായിരിക്കും. നമ്മളെ കൊണ്ട് നമ്മൾ ഇങ്ങനെ
നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ ആ രീതിക്കുള്ളതായതുകൊണ്ട് നമുക്ക് ഇതല്ലേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ വീഡിയോ എടുത്തിട്ടാണ് ഞങ്ങൾ ഓരോ ദിവസത്തെ മാക്സിമം ഞായറാഴ്ച ഞങ്ങൾ 6 വീഡിയോ എടുക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലേട്ടാ. അതെ, ഈ 6, 6 7 വീഡിയോ. വീഡിയോ അല്ലെങ്കിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ മാക്സിമം 6 എത്തിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ പാലക്കുടിയൊക്കെ എടുക്കുന്നത്. അതിനും ഒരു ചരിത്രമുണ്ട് കേട്ടോ. അതെ. അങ്ങനെ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ തിങ്കൾ മുതൽ ശനി വരെ വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ചിലപ്പോൾ ഇത്തിരി അല്ലേ ഗ്യാപ്പ് കാണുമല്ലേ നമ്മൾ അതെ, അതെ, അടുപ്പിച്ചിടുന്നത്. അതെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കൂട്ടുകാരെ.